ഹലോ. അപ്പോൾ യുഎഇയിൽ വന്നിട്ട് ഏകദേശം 4-ാം ദിവസം ആശംകാടെ കൂടെ ഉണ്ടാവും യാത്ര. മോർണിംഗ് എണീറ്റു, നമ്മുടെ ആശംകാടെ സ്റ്റോൺ കമ്പനിയൊക്കെ പോയിട്ടൊന്ന് സന്ദർശിച്ചു. അതിനുശേഷം വീണ്ടും ഞങ്ങൾ വരുന്ന വഴിക്കൊരു നല്ലൊരു ഒമാൻ സാൻഡ്വിച്ച്, ഒമാൻ ചിപ്സൊക്കെ വെച്ചിട്ട് ഒരു അടിപൊളി സാൻഡ്വിച്ചോ ഒരു ഫ്രഷ് മിൽക്ക് ടീ ഒക്കെ അടിച്ചിങ്ങനെ ഒരു ഫ്രഷ് വൈബിൽ ഇങ്ങനെ യാത്ര. ഹലോ മക്കളെ, ഇതാണ് ദിബ്ബ സ്റ്റേഡിയം. ഇവിടെ അല്ലേ ഇതൊക്കെ മാച്ച് നടക്കലുണ്ടോ സാറേ? ക്രിക്കറ്റ് ഫുട്ബോളൊക്കെ അല്ലേ? ദിബ്ബ സ്റ്റേഡിയം. ദിബ്ബ ഏകദേശം ഈ കടലിനോട് ബന്ധപ്പെട്ട് മാക്സിമം അറ്റാച്ച് ചെയ്ത് കിടക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ ദിബ്ബ. എന്ത് രസമല്ലേ സ്കൈ ഒക്കെ ഇതില്. ഉണ്ട്, നേരിട്ട് കാണുമ്പോന്നില്ല. ഞങ്ങൾ ഷോപ്പിൽ എത്തിക്കട്ടെ, ബാറ്ററിയുടെ ഹോൾസെയിൽ ഷോറൂമിൽ എത്തിക്കണം. എന്നിട്ട് നമ്മളുടെ ഹാഷിംക്ക് കയറിയിട്ടുണ്ട്. ഗ്യാപ്പിൽ ഞാൻ 2-3 കാര്യങ്ങൾ കാണിച്ചു തരാം. എന്നുവെച്ചാൽ ഹാഷിംക്ക് അന്നേരം ഒമാനിൽ പോയിട്ട് ഒന്നാണ് ഉണ്ടല്ലേ. ഇത് ഒമാൻ്റെ ഹാഫ് റിയാൽ ഒമാൻ്റെ ഹാഫ് റിയാൽ. ഇത് ഒമാൻ്റെ 5 റിയാലാന്ന് തോന്നുന്നു. ഒമാൻ്റെ 5 റിയാലാണ് സംശയമുണ്ട്. ഇത് ഒമാൻ്റെ 1 റിയാൽ, ഒമാൻ്റെ 1 റിയാൽ ഉണ്ടാ. ഇത് ഒമാൻ്റെ 1 റിയാൽ. ഇത് ഒമാൻ്റെ 100 പൈസ, ഒമാൻ്റെ 100 പൈസ, 100 പൈസ. ഓക്കെ, 1/2 പൈസ, 1 റിയാൽ, 5 റിയാൽ, മുകളിലത്തെ ഹാഫ് റിയാൽ, 1 റിയാൽ. ഇതിന്റെ അപ്പുറത്ത് എന്താ സ്ഥലം? ഈ ഹിൽസിന്റെ അപ്പുറത്ത്, ഇതിന്റെ അപ്പുറത്തല്ലേ? ഒമാൻ ബോർഡർ അല്ലേ എപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത്? ഈ ഹിൽസിന്റെ അപ്പുറത്ത് പോയി ഒമാൻ തന്നെ. നമ്മളിപ്പോ നേരത്തെ പറഞ്ഞ മൊസാണ്ട ആണോ അതോ ഒമാന്റെ വേറെ ഏരിയ ആണോ? ഏരിയ ആണല്ലേ? ആശംകാടെ സൈറ്റിലെത്തിയിരിക്കുകയാണ്. അല്ലേ, നല്ല ഹിൽസിന് അടുത്താണ് ഒരു പൊളി, ഏകദേശം ഒമാൻ ബോർഡറിലുള്ള ഒരു മലയിടുക്കിലിടയിൽ
ഒരു അറബി വീടിൻ്റെ സൈറ്റ് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ സ്റ്റോൺ വർക്കുമായി ബന്ധപ്പെട്ടിട്ട് സൈറ്റിലേക്ക് വന്നതാണ്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഞങ്ങൾ ഷൂട്ടൊന്ന് സ്റ്റാർട്ട് ചെയ്യും. ഷൂട്ട് തുടങ്ങുന്നതിന് മുമ്പ് ജസ്റ്റ് ഞങ്ങളൊന്ന് വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. നമ്മുടെ അടുത്ത് വീട് പോലെ ഒന്നുമില്ല കേട്ടോ, പ്രത്യേക മോഡലിലാണ് ഇതിൻ്റെയൊക്കെ പ്ലാനൊക്കെ. നാട്ടിൽ പ്ലാനൊക്കെ വേണ്ടിയവർക്ക് എടുക്കാം. കണ്ടാ, രണ്ട് സൈഡും വീട്, സെൻട്രലൊരു സ്പേസ് ബാലൻസ് ഉണ്ടാവും, നല്ല രസമാണ്. പാകിസ്ഥാനിലാണ് ഇതിൻ്റെ പണിയൊക്കെ. നമ്മുടെ വാർപ്പ് പോലെ പാകിസ്ഥാനിലാണ് ഇവിടുത്തെ ലേബേഴ്സൊക്കെ. ഇത് കഴിഞ്ഞ് നേരെ ഞങ്ങൾ വീണ്ടും നമ്മളെ വർക്കുമായി ബന്ധപ്പെട്ട് ഒരു ഇൻ്റർവ്യൂ ഒക്കെ ഉണ്ട്. നമ്മളെ ഇറങ്ങാൻ പോകുന്ന സിനിമയുണ്ടല്ലോ, അലി അക്ബർ, യൂട്യൂബിൽ റിലീസാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഇൻ്റർവ്യൂ ഒക്കെ ഉണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ വീണ്ടും ബിസിയാവും. കാണാം.